പുറത്തു വരുന്ന വിവരം. 51 വയസ്സായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തെ മലയാളികൾ വിശേഷിപ്പിച്ചത്. മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരി നിറയ്ക്കുന്ന സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ്. ആ നിറ സാന്നിധ്യമാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ആന്റണി ഉണ്ട് ഒപ്പം. ആന്റണി ഇപ്പം ഹരീഷ് പേരയുടെ അടക്കം പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓരോ കലാകാരന്മാർക്കും അത്തരത്തിൽ തന്നെയായിരിക്കും. അവർ ഒരുമിച്ച് ഉണ്ണുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പൊന്നമ്മ ബാബു ചേരുന്നുണ്ട്. ശ്രീമതി പൊന്നമ്മ ബാബു, മലയാളികളുടെ സ്വീകരണ മുറിയിൽ ചിരി നിറയ്ക്കുന്ന നിറസാന്നിധ്യമായ ശ്രീ കലാഭവൻ നവാസിന്റെ വിയോഗം ഏറെ അപ്രത്യക്ഷമായി സംഭവിച്ചു. ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ ഈ വാർത്തയെ എടുത്തത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ അവസരത്തിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ? സത്യം പറഞ്ഞാൽ എനിക്കും അത് പെട്ടെന്ന് ഒരു ഷോക്കാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വാർത്ത കേട്ട് പെട്ടെന്ന് TV വെച്ചപ്പോൾ ആണ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോകാൻ പോയി. ഞാനിവിടെ ചൊച്ചാനിക്കര അടുത്താണ് താമസിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ കോൾ വന്നത്. എന്തായാലും എന്താ ഒരാള് നവാസിനോടൊപ്പം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഷോസുകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വൈഫ് രഹനയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു. പെട്ടെന്ന് അത്ര വലിയ വയസ്സൊന്നുമില്ല മരിക്കുമ്പോൾ. എന്ത് പറയാനും നമ്മൾക്ക് സങ്കടപ്പെടാന്നല്ലാതെ പ്രാർത്ഥിക്കാന്നല്ലാതെ എന്ത് പറയാനാ. നല്ലൊരു കലാകാരനായിരുന്നു. എന്താ പറയുന്ന നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു, എല്ലാവരെയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും എപ്പോൾ കണ്ടാലും പന്നോ ചേച്ചി എന്നും പറഞ്ഞൊരു ഹായ് പറയുകയും ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. എന്താ വെച്ചാൽ അവിടെ പിള്ളേരുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെല്ലാം സഹിക്കാനുള്ള ശക്തി തമ്പുരാൻ കൊടുക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി ശ്രീമതി പൊന്നമ്മ ബാബു. ചലച്ചിത്ര നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം. മുറിയിൽ നിന്ന് ഇറങ്ങാത്തതിനെ തുടർന്ന് റൂമിലെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹം നിലത്ത് വീണിരിക്കുന്ന അവസ്ഥയിൽ